Hi friends, welcome to second standard English class. Who is our neighbor? കൂട്ടുകാരെ എല്ലാവർക്കും രണ്ടാം ക്ലാസ്സിന്റെ ഇംഗ്ലീഷ് ഹു ഈസ് അവർ നൈബർ എന്ന് പറയുന്ന പാഠഭാഗത്തേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സാം ആൻഡ് ലിസിയുടെ സ്റ്റോറി പറഞ്ഞിരുന്നു അല്ലെ. ഇവിടെയാണ് നമ്മൾ എത്തിയത്. പേജ് നമ്പർ 104 നമ്മൾ സമാപിച്ചത്. ഡു യു റിമെമ്പർ ദ ലാസ്റ്റ് ക്ലാസ്? നിങ്ങൾക്ക് ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞെന്താ ഓർമ്മ ഉണ്ടോ? ഹു ഈസ് ദിസ്? അവർ സാം ആൻഡ് ലിസി, ദേ ആർ ലുക്കിംഗ് അറ്റ് ദ ലോറി. അപ്പൊ അവരെന്താ കണ്ടത്? ഈ മെന്നെ ഒരു സൈക്കിള് എടുത്തിട്ട് ആ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന കണ്ടത്. അപ്പൊ അവരെന്താ പറഞ്ഞത്? ലുക്ക്, ഇറ്റ് ഇസ് എ സൈക്കിൾ. ലിസി പറഞ്ഞു അല്ലെ. അപ്പം സാമ പറയാണ് ജി ഇറ്റ് ലുക്സ് ലൈക്ക് എ ബോയ്സ് സൈക്കിൾ. അത് ബോയിന്റെ സൈക്കിളാന്ന് തോന്നുന്നുണ്ട്. അപ്പൊ ലിസി പറഞ്ഞു ബട്ട് ഗേൾസ് ടു ക്യാൻ റൈഡ് ദാറ്റ് സൈക്കിൾ എന്ന് പറഞ്ഞു അല്ലെ. അങ്ങനെ പറഞ്ഞു വെച്ചതാണ് നമ്മൾ ലാസ്റ്റ് അല്ലെ. ഓക്കെ, ഇനി വാട്ട് ഹാപ്പൻ നെക്സ്റ്റ്? ഇനി എന്താ സംഭവിക്കുന്നത്? ലുക്ക് അറ്റ് പേജ് നമ്പർ 105. പേജ് നമ്പർ 105 ഒന്ന് നോക്കുക. ലുക്ക് ദിസ് പിക്ചർ. വാട്ട് ഡു യു സീ ഇൻ ദ പിക്ചർ? എന്തൊക്കെയാണ് നിങ്ങൾ ഈ പിക്ചറിൽ കാണുന്നത്? ഹു ഈസ് ദിസ്? ദിസ് ഈസ് ലിസി. ഹു ഈസ് ദിസ്? ദിസ് ഈസ് അവർ സാം. അവർ ഫ്രം സാം ആൻഡ് ലിസി. വേർ ആർ ദേ നൗ? അവരെവിടെ നിൽക്കുന്നത്? ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാണ് അവരെവിടെ നിൽക്കുന്നത്. ദേ ആർ ഇൻ ദ സെയിം റൂം. അവരുടെ റൂമിൽ തന്നെയാണല്ലേ. ദിസ് ഈസ് ദ വിൻഡോ. ഇതെന്താണ്? ഈ വിൻഡോ ആണ്. വിൻഡോയുടെ ആ വിൻഡോസിൽ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് അവര് അല്ലെ. ആൻഡ് ദേ ആർ ലുക്കിംഗ് ഔട്ട്സൈഡ് ത്രൂ ദ വിൻഡോ. എന്നിട്ട് അവര് ഈ വിൻഡോയിൽ കൂടി പുറത്തേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. വാട്ട് ഡു യു സീ ഔട്ട്സൈഡ് ഓഫ് ദ റൂം? നിങ്ങൾക്ക് ഈ റൂമിന്റെ ഔട്ട്സൈഡിൽ ഈ കാണുന്ന സ്ഥലത്ത് എന്താ കാണുന്നത് നിങ്ങൾ? ദ സെയിം സൈക്കിൾ ഈസ് ദർ. ലുക്ക് ഹിയർ, ദ സെയിം സൈക്കിൾ ഈസ് ദർ. ആ സൈക്കിള്, ആ ആള് ഇറക്കിക്കൊണ്ടുവന്ന സൈക്കിള് ഇവിടെ ഉണ്ട് അല്ലെ. ഓക്കെ, ലുക്ക് അറ്റ് ദ മാൻ. ഇയാളെ നോക്കൂ. വാട്ട് ഈസ് ഹി ഡൂയിങ്? അയാൾ എന്താ ചെയ്യുന്നത്? What is this? A tree. There is a tree. And what is this? What is this? ഈ ട്രീമൻ എന്താ ഉള്ളത്? A swing. A swing. What is mean swing? ഊഞ്ഞാൽ അല്ലെ. നിങ്ങൾ കണ്ടിട്ടില്ലേ? Okay. This man is tying a swing. അല്ലെ. ഇയാള് ഒരു സ്വിങ് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഊഞ്ഞാല് കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇയാളായി. ഓക്കെ, ക്ലിയർ അല്ലേ? ലുക്ക് അറ്റ് ലിസീസ് ഫേസ്. നിങ്ങൾ ഈ ലിസിയുടെ മുഖത്തേക്ക് നോക്കൂ. ആഫ്റ്റർ സീയിങ് ദ സ്വിങ് ഹെർ ഫേസ് ഈസ് ഹാപ്പി അല്ലെ. ഈ സ്വിങ് ഇങ്ങനെ കണ്ട സമയത്ത് അവരുടെ ഫേസ് എന്താണ്? ഹാപ്പിയാണ്. വാട്ട് ഈസ് ഹാപ്പനിങ് ദർ? എന്താ അവിടെ സംഭവിക്കുന്നത്? ലെറ്റ്സ് റീഡ് ദ പാസേജ്. നമുക്ക് ഈ പാസേജ് വായിച്ച് നോക്കിയാൽ ഈ ഭാഗത്ത് എന്താ സംഭവിക്കുന്നത് മനസ്സിലാവും. ഓക്കെ, ലിസൺ. ഐ വിൽ റീഡ്, ഫസ്റ്റ് യു ലിസൺ. ഓക്കെ. ഹേ സാം, ദാറ്റ് മാൻ ഈസ് ടൈയിങ് എ സ്വിങ് ഓൺ ദ ട്രീ. ഐ ആം ഷുവർ ഇറ്റ് ഈസ് ഫോർ എ ഗേൾ, ലിസി സെഡ് ഹാപ്പിലി. Boys too play on swings, said Sam. Did you see that? A cricket bat? Sam shouted. Now I am sure there is a boy. Hey, don't we play cricket together? Lizzie asked. Sam and Lizzie stood at the window, looking at the house. Do you understand anything? മനസ്സിലായ എന്തെങ്കിലും?
ഇല്ല, നമുക്ക് ഒരിക്കലും വായിച്ചു നോക്കാം അല്ലേ. Hey Sam, that man is tying a string on the tree. I'm sure it is for a girl, Lizzie said happily. Boys to play on strings, said Sam. Did you see that? A cricket bat? Sam shouted. Now I'm sure there is a boy. Hey, don't we play cricket together? Lizzie asked. Sam and Lizzie stood at the window, looking at the house. Okay? നിങ്ങൾ എന്റെ കൂടെ വായിച്ചല്ലോ അല്ലേ? ഇപ്പം അവിടെ എന്താ സംഭവിക്കുന്നത് മനസ്സിലായോ? ഇല്ല. Okay, I will explain this passage. Okay? Hey Sam. Hey Sam, Samé, that man is tying a string on the tree. ആ മനുഷ്യൻ അയാള് മരത്തില് ഒരു ഊഞ്ഞാല് കെട്ടുന്നുണ്ടല്ലോ. That man is tying, tie എന്ന് പറഞ്ഞാൽ കെട്ടുക. Tying a string on the tree. മരത്തില് ഒരു ഊഞ്ഞാല് കെട്ടുന്നുണ്ടല്ലോ. I'm sure it is for a girl. അപ്പൊ എനിക്ക് ഉറപ്പാണ് ആ ഊഞ്ഞാല് ആർക്കുള്ളതാണ്? ഒരു പെൺകുട്ടിക്ക് വേണ്ടിയാണ് അത് കെട്ടുന്നത് എന്ന് എനിക്ക് ഉറപ്പാണ്. ലിസി സെഡ് ഹാപ്പിലി. ലിസി സന്തോഷത്തോടെ പറഞ്ഞു. ബോയ്സ് ടു പ്ലേ ഓൺ സ്ട്രിങ്സ്. ആൺകുട്ടികളും ഊഞ്ഞാലിൽ കളിക്കും. ബോയ്സ് ടു പ്ലേ ഓൺ സ്ട്രിങ്സ്. ആൺകുട്ടികളും ഊഞ്ഞാലിൽ കളിക്കും. സെഡ് സാം. സാം പറഞ്ഞു. ഡിഡ് യു സീ ദാറ്റ്? നീ അത് കണ്ടോ? എ ക്രിക്കറ്റ് ബാറ്റ്. ഒരു ക്രിക്കറ്റ് ബാറ്റ്. സാം ഷൗട്ടഡ്. സാം ആവേശത്തോടെ ഒച്ചത്തിൽ പറഞ്ഞു. ഡിഡ് യു സീ ദാറ്റ്? എ ക്രിക്കറ്റ് ബാറ്റ്. നൗ ഐ ആം ഷുവർ ദർ ഇസ് എ ബോയ്. ഇപ്പം എനിക്ക് ഉറപ്പായി അവിടെ ഒരു ആൺകുട്ടി ഉണ്ട്. ആ വന്ന കൂട്ടത്തിലെ അയൽപ്പക്കത്ത് ഒരാൺകുട്ടി ഉണ്ട് എന്ന് എനിക്ക് ഉറപ്പായി. ഹേ ഡോണ്ട് വി പ്ലേ ക്രിക്കറ്റ് ടുഗദർ? നമ്മൾ ഒന്നിച്ച് ക്രിക്കറ്റ് കളിക്കാറില്ലേ? ഞാനും നീയും ഒരുമിച്ച് ക്രിക്കറ്റ് കളിക്കാറില്ലേ? ലിസി ആസ്ക്ഡ്. ലിസി ചോദിച്ചു. സാം ആൻഡ് ലിസി സ്റ്റുഡ് അറ്റ് ദ വിൻഡോ. അങ്ങനെ സാമും ലിസിയും ആ വിൻഡോക്കരികിൽ നിന്നു. എങ്ങനെ? ലുക്കിംഗ് അറ്റ് ദ ഹൗസ്. ആ വീട്ടിലേക്ക് നോക്കിക്കൊണ്ട് അവർ ആ വിൻഡോയുടെ അരികിൽ അങ്ങനെ നിന്നു. ദിസ് ഈസ് ദാറ്റ് സീൻ. ആ നോക്കിക്കൊണ്ട് നിൽക്കുന്ന സീനാണ് ഈ കാണുന്നത്. ക്ലിയർ നൗ? ഇപ്പൊ ക്ലിയർ ആയില്ലേ? ഓക്കെ. ഇപ്പൊ ഈ പറഞ്ഞ കാര്യം എന്താ മനസ്സിലായല്ലേ? ലുക്ക് ലിസിസ് ഫേസ്. ഷീ ഈസ് വെരി ഹാപ്പി. എന്താ കാരണം പറഞ്ഞില്ലേ? വാട്ട് ഈസ് ലിസി സെയിങ്? ഈ ഹാപ്പി ആയിക്കൊണ്ട് ലിസി എന്താ പറയുന്നത്? ഹേയ് സാം, ദാറ്റ് മാൻ ഈസ് ടൈയിങ് എ സ്ട്രിങ് ഓൺ ദ ട്രീ. അല്ലെ? നോക്കൂ സാമേ, അയാള് ഒരു ഊഞ്ഞാല് ആ മരത്തിന്മേൽ കെട്ടുന്നുണ്ടല്ലോ. ഐ ആം ഷുവർ ഇറ്റ് ഈസ് ഫോർ എ ഗേൾ. അപ്പൊ എനിക്ക് ഉറപ്പാണ് അത് ഒരു പെൺകുട്ടി അവിടെ ഉണ്ട്, അല്ലെങ്കിൽ പെൺകുട്ടിക്ക് വേണ്ടിയാണ് എന്ന് എനിക്ക് ഉറപ്പാണ്. അതെങ്ങനെ പറഞ്ഞത്? ലിസി സെഡ് ഹാപ്പിലി. ലിസി സന്തോഷത്തോടു കൂടി പറഞ്ഞു. ആ സന്തോഷത്തിന്റെ ഫേസ് ആണ് നമ്മൾ ഈ കാണുന്നത്. ഓക്കെ. ദെൻ വാട്ട് വാസ് സാംസ് റിപ്ലൈ? അത് കേട്ടപ്പം സാംസിന്റെ റിപ്ലൈ എന്തായിരുന്നു? അവിടെ പറയുന്നുണ്ട് ബോയ്സ് ടു പ്ലേ ഓൺ സ്ട്രിങ്സ്. ആൺകുട്ടികളും എന്ത് ചെയ്യാറുണ്ട്? ഊഞ്ഞാലാടാറുണ്ട്. പെൺകുട്ടികൾ മാത്രമൊന്നുമല്ല, ആൺകുട്ടികളും ചിലപ്പോൾ എന്ത് ചെയ്യാറുണ്ട്? ഊഞ്ഞാലാടാറുണ്ട്. അതുകൊണ്ട് പെൺകുട്ടി ഉണ്ടെന്നൊന്നും പറയണ്ട എന്നാണ് അതിന്റെ ഉദ്ദേശം. സാം പറഞ്ഞു. ദെൻ വാട്ട് ഈസ് സെയിങ് സാം? പിന്നെന്താ സാം പറഞ്ഞതിന് ശേഷം? ഡിഡ് യു സീ ദാറ്റ്? എ ക്രിക്കറ്റ് ബാറ്റ്. അല്ലെ? ഇതന്നെ പറഞ്ഞത്. നീ അവിടെ കണ്ടോ ഒരു ക്രിക്കറ്റ് ബാറ്റ്? അതാണ് സാം ഇത് പറഞ്ഞതിന് ശേഷം പറഞ്ഞത്. എന്നിട്ടോ നൗ ഐ ആം ഷുവർ ദർ ഇസ് എ ബോയ്. ഇപ്പൊ എനിക്ക് ഉറപ്പായി അവിടെ ഒരു ആൺകുട്ടി ഉണ്ട് എന്നുള്ളത്. കാരണം ക്രിക്കറ്റ് കളിക്കൽ സാധാരണ ആരാണ്? ആൺകുട്ടികളാണ് എന്നാണ് സാം പറയുന്നത്. അങ്ങനെ ആകുമ്പം നൗ വാട്ട് ഈസ് ദ ലിസി ആസ്ക്ഡ്?
ലിസി എന്താ അപ്പൊ ചോദിച്ചത്? ആ അങ്ങനൊന്നും വേണ്ട. ഡോണ്ട് വി പ്ലേ ക്രിക്കറ്റ് ടുഗദർ? നമ്മളും ഒരുമിച്ച് ക്രിക്കറ്റ് കളിക്കാറില്ലേ? ഞാൻ പെൺകുട്ടിയും നീ ആൺകുട്ടിയാണ്, പക്ഷെ നമ്മൾ ഒരുമിച്ച് ക്രിക്കറ്റ് കളിക്കാറില്ലേ? ഇതാണ് ലിസി ചോദിച്ചത് അല്ലെ. എന്നിട്ട് അവർ രണ്ടുപേരും അങ്ങനെ പരസ്പരം പറഞ്ഞുകൊണ്ട് ദേ ആർ സ്റ്റാൻഡിങ് നിയർ ദ വിൻഡോ ലുക്കിംഗ് അറ്റ് ദ ഹൗസ്. ക്ലിയർ ആണല്ലോ? ആ വീട്ടിലേക്ക് നിയറസ്റ്റ് അല്ലെങ്കിൽ നൈബറിലേക്ക്, ആ നെക്സ്റ്റ് ഡോറിലേക്ക് നോക്കിക്കൊണ്ട് അവരങ്ങനെ നിൽക്കുന്നു. ഇതാണ് നമ്മൾ ഈ പാസേജിൽ വായിച്ചത്. ഇന്നത്തെ ഈ കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലെ? പേജ് നമ്പർ 105 നമ്മൾ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുകയാണ്. ഓക്കെ കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ പാഠത്തിന്റെയും കഴിഞ്ഞ പാഠങ്ങളുടെയൊക്കെ ഭാഗങ്ങൾ ലഭിക്കണമെന്നെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ കയറിയിട്ട് ദ പ്രൈമറി സ്കൂൾ ചാനൽ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ദ പ്രൈമറി സ്കൂൾ ചാനലിന്റെ ഇങ്ങനത്തെ ഒരു വിൻഡോ തുറന്നു വരും. അതിൽ പ്ലേലിസ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ പാഠഭാഗങ്ങളൊക്കെ ക്ലാസ് തിരിച്ച്, മീഡിയം തിരിച്ച്, ഇംഗ്ലീഷ് മീഡിയം, മലയാളം മീഡിയം തിരിച്ച് എല്ലാ പാഠഭാഗങ്ങളും കൃത്യമായി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മറ്റ് വീഡിയോകളും ഇതിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ പാഠഭാഗങ്ങൾ തിരഞ്ഞെടുത്ത് കാണാവുന്നതാണ്. നിങ്ങൾക്ക് ഇന്നത്തെ പാഠഭാഗം ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ചാനൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്ത് നൽകുകയും വേണം. ഓക്കെ, ഇതിന്റെ തുടർ ഭാഗവുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.